വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാട് വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ട മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. KTM സംഘടിപ്പിക്കുന്ന പ്രഥമ വെഡിംഗ് ആൻഡ് മൈസ് കോൺക്ലേവ് ഓഗസ്റ്റ് 14 മുതൽ കൊച്ചിയിൽ. സംസ്ഥാന സർക്കാരിന്റെ സഹകരണത്തോടെ കേരള ട്രാവൽ മാർട്ട് ആഗസ്റ്റിൽ നടത്തുന്ന പ്രഥമ വെഡിംഗ് ആൻഡ് മൈസ് കോൺക്ലേവ് ഓഗസ്റ്റ് 14 മുതൽ 16 വരെ കൊച്ചിയിൽ നടക്കും. വെഡിംഗ് ആൻഡ് മൈസ് ടൂറിസം രംഗത്തെ സാധ്യതകൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുന്നതിനും രാജ്യത്തെ വെഡിംഗ് മൈസ് ടൂറിസം ഹബ്ബാക്കി കേരളത്തെ മാറ്റുകയുമാണ് കോൺക്ലേവിന്റെ ലക്ഷ്യമെന്ന് KTM ഭാരവാഹികൾ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രംഗത്തുള്ള മുന്നേറ്റം പല കോർപ്പറേറ്റ് കമ്പനികളും വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തങ്ങളുടെ വർക്ക് ഫോഴ്സിന്റെ മാനസികവും ശാരീരികവുമായ ആരോഗ്യ സംരക്ഷണത്തിനായി ഇൻസെന്റീവ് ടൂർ പ്രോഗ്രാമുകൾ ധാരാളമായി സംഘടിപ്പിച്ചു വരുന്നുണ്ട്. കൂടാതെ മൈസ് പ്രോഗ്രാമുകളുടെ ഭാഗമായി ഒട്ടനവധി സമ്മേളനങ്ങൾ ഇക്കാലയളവിൽ സംഘടിക്കപ്പെടുന്നുണ്ട്. പ്രകൃതി ഭംഗിയും സാങ്കേതിക സൗകര്യങ്ങളും മറ്റടിസ്ഥാന സൗകര്യങ്ങളും ഏറെയുള്ള കേരളത്തിന് ഈ മേഖലയിൽ വലിയ സാധ്യതകളാണ് നാം കാണുന്നത്. 1000-ന് മേൽ ആളുകൾ പങ്കെടുക്കുന്ന സമ്മേളനങ്ങൾ പോലെ തന്നെ 100-200 പ്രതിനിധികൾ പങ്കെടുക്കുന്ന ചെറു സമ്മേളനങ്ങളും ധാരാളമായി സംഘടിക്കപ്പെടുന്നുണ്ട്. വലിയ സമ്മേളനങ്ങൾക്ക് കൊച്ചി, കോവളം, തിരുവനന്തപുരം, ബേക്കൽ പോലുള്ള സ്ഥലങ്ങൾ വേദിയാകുമ്പോൾ മൂന്നാർ, കുമരകം, ആലപ്പുഴ, കൊല്ലം, വയനാട്, തൃശൂർ തുടങ്ങിയുള്ള ഡെസ്റ്റിനേഷനുകൾക്ക് മേൽപ്പറഞ്ഞ ഇടത്തരം കോർപ്പറേറ്റ് ഇൻസെന്റീവ് മീറ്റിങ്ങുകൾക്ക് ആതിഥ്യമേകാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ വേഗം വികസിച്ചു വരുന്ന മറ്റൊരു മേഖലയാണ് ഡെസ്റ്റിനേഷൻ വെഡിങ്. അടുത്തയിടെ ഇന്ത്യ ടൂറിസവും മറ്റു ഏജൻസികളും പുറത്തുവിട്ടിട്ടുള്ള സ്ഥിതി വിവര കണക്ക് പ്രകാരം ലോകത്ത് തന്നെ വിവാഹ ആഘോഷങ്ങൾക്കായി ഏറ്റവും അധികം പണം ചെലവിടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. മികച്ച ബീച്ചുകളും കായലോര റിസോർട്ടുകളും ഹൗസ് ബോട്ടുകളും പ്രകൃതി ഭംഗിയുള്ള ഹിൽ സ്റ്റേഷനുകളും കൊണ്ട് സമ്പന്നമായ കേരളത്തിന് ഈ മേഖലയിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കും. ഓഗസ്റ്റ് 14 വൈകിട്ട് 5-ന് ബോൾഗാട്ടിയിലെ ഗ്രാൻഡ് ഹയാത്തിൽ സംസ്ഥാന വ്യവസായ കയർ നിയമവകുപ്പ് മന്ത്രി P. രാജുവിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ധനമന്ത്രി KN ബാലഗോപാൽ മുഖ്യാതിഥിയായിരിക്കും. 15-16 തീയതികളിൽ കൊച്ചിയിലെ ലേ മെറിഡിയനിലാണ് വാണിജ്യ കൂടിക്കാഴ്ചകളും പ്രദർശനങ്ങളും നടക്കുന്നത്. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ഇതിനകം 610-ലേറെ ബയർ രജിസ്ട്രേഷൻ പൂർത്തിയായി. വരും ദിവസങ്ങളിൽ കൂടുതൽ രജിസ്ട്രേഷൻ ഉണ്ടാകുമെന്നും സൊസൈറ്റി അറിയിച്ചു. രാജ്യത്തിനകത്ത് നിന്ന് 545 ബയർമാരും വിദേശത്ത് നിന്ന് 65 ബയർമാരുമാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. UAE, UK, ജർമ്മനി, USA, ഓസ്ട്രേലിയ, ബ്രസീൽ, കാനഡ, ഹംഗറി, ഇസ്രായേൽ, ഇറ്റലി, മലേഷ്യ, ഒമാൻ, പോളണ്ട്, റുമേനിയ, റഷ്യ, സിംഗപ്പൂർ, ദക്ഷിണ കൊറിയ, ശ്രീലങ്ക, തുർക്കി, യുക്രൈൻ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികളെത്തും. രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 മണി വരെയുള്ള വാണിജ്യ കൂടിക്കാഴ്ചകൾക്ക് പുറമെ ഈ രംഗത്തെ അന്താരാഷ്ട്ര വിദഗ്ധർ പങ്കെടുക്കുന്ന സെമിനാറുകളും നടക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.